ശ്രീ എം ജയചന്ദ്രൻ, ഈ 100 ദിവസം വേറൊരു ആംഗിളിൽ താങ്കളുടെ ഒരു വിലയിരുത്തൽ കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിന് മുമ്പ് ഒരു കാര്യം, ഇപ്പോൾ താങ്കളൊരു നെൽകർഷകനാണ്, കുട്ടനാടൻ നെൽകർഷകനാണ്. മുഖ്യമന്ത്രി ദിവസങ്ങൾക്ക് മുമ്പ്, നേരത്തെ ശ്രീ മുസ്തഫയെ നേരിട്ടതിലേക്ക് വന്നില്ല, മുഖ്യമന്ത്രി വളരെ ആധികാരികമായി പറഞ്ഞു വെക്കുകയാണ്, നെൽകർഷകർക്ക് മുഴുവൻ പണം കൊടുത്തു. ഇത് 2 ദിവസം മുമ്പായിരുന്നുവെങ്കിൽ ഇന്ന് പകല് ഈ ഉത്രാട ദിനത്തിൽ പാലക്കാട്ടെ നെൽകർഷകരോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് തങ്ങൾക്ക് പണം ലഭിച്ചിട്ടില്ല, നെല്ലെടുത്തുകൊണ്ട് പോയതിൻ്റെ പണം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് നമ്മൾ കേട്ടു. ഇത് മുഖ്യമന്ത്രിയുടെ ഈ ഓണക്കാലം സമ്പന്നമാണ്, സമൃദ്ധമാണ് എന്ന വാദഗതിയെ പൂർണ്ണമായും നിരാകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണോ മുഖ്യമന്ത്രി പറഞ്ഞത്? അവിടെയും നുണയായി മാറുകയാണോ ഒരു പ്രശ്നം? രണ്ടാമത്തത്, ഈ 100 ദിവസം ഈ സർക്കാരിനെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് വിവാദങ്ങളിൽ മുഖ്യമന്ത്രി എത്തപ്പെട്ടു. അതുപോലെ തന്നെ കെ എം ഷാജി, അതുപോലെ തന്നെ ഷംസുദ്ദീൻ, ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം. അതുപോലെ കെ മുരളീധരൻ, അദ്ദേഹത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ അദ്ദേഹം മുമ്പ് പറഞ്ഞത് വലിയ തോതിൽ ആളുകളുടെ ഇടയിലേക്ക് വീണു. എരണം കെട്ടവൻ എന്ന പഴയ പ്രയോഗം അന്വർത്ഥമാകുന്നു എന്ന് പറയുന്ന നിലയിൽ ചർച്ചകൾ വന്നു. അതുപോലെ മറ്റൊരാൾ നമ്മുടെ വനം മന്ത്രിയായിരുന്നു ഷിബു ബേബി ജോൺ, ആനയും പുലിയൊന്നും ഭരണം മാറിയത് അറിഞ്ഞില്ല എന്ന് തമാശ രൂപേണ നമ്മുടെ വന്യമൃഗങ്ങളുടെ ആക്രമണവും ശല്യവും വളരെ രൂക്ഷമായ ഒരു സമയത്ത് വളരെ ഉത്തരവാദിത്തരഹിതമായി പറയുന്നതും വലിയ തരത്തിൽ വിമർശിക്കപ്പെട്ടു. UDF വാഗ്ദാനം ചെയ്ത ഈ വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്കുള്ള സഹായധനത്തിൽ ആ വാഗ്ദാനം ചെയ്തത് നാളിതുവരെ കൊടുത്തിട്ടില്ല എന്നതുകൂടി അതുമായി ബന്ധപ്പെട്ട് പറയേണ്ടതുണ്ട്. അപ്പോൾ ഈ വിവാദങ്ങളും ഈ സർക്കാരിൻ്റെ കൂട്ടുത്തരവാദിത്വവും മന്ത്രിമാരുടെ പെർഫോമൻസും ഒക്കെ ചേരുന്ന ഒരു 100 ദിനം താങ്കൾ ആമുഖമായി എങ്ങനെയാണ് പറയുക? സ്ഥലത്തെ ഞാൻ ഇപ്പോ ശ്രീകുമാറും BPPയും രാഷ്ട്രീയമായ ചില ക്ഷേമ നടപടികളും വിലക്കയറ്റുന്ന പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞു. ഞാൻ ആ ഭാഗം അങ്ങോട്ട് വരുന്നില്ല. താങ്കളുടെ ചോദ്യത്തിൽ വന്ന പ്രധാനപ്പെട്ട സംഗതി കാർഷിക മേഖലയാണല്ലോ. ഇന്ന് രാവിലെ രാജീവ് ചന്ദ്രശേഖരന്റെ ചാനല് പാലക്കാടൻ കർഷകരുടെ ദൈന്യതയാണ് ആദ്യം പുറത്തുവിട്ടത്. അത് കഴിഞ്ഞ് പിന്നെ കോട്ടയം മനോരമ ഗ്രൂപ്പിന്റെ ചാനലും അത്തരം വാർത്തകൾ താങ്കൾ തന്നെ പറഞ്ഞുവല്ലോ. ഈ കുട്ടനാട്ടിലിപ്പോ നടക്കുന്നത് 2ാം കൃഷിയാണ്. 2ാം കൃഷിയുടെ വിളവെടുപ്പ് ഈ മാസം ഒടുവിലും അടുത്ത മാസം ഒക്കെ ആയിട്ട് നടക്കേണ്ടതാണ്. അപ്പോഴാണ് ഓഗസ്റ്റ് 2-ാം തീയതി ഉണ്ടായ വെള്ളപ്പൊക്കത്തില് 50,000 ഏക്കറിലെ കൃഷിയാണ് മടവീണ് നശിച്ചു പോകുന്നത്. അത് സംബന്ധിച്ച് എന്ത് ആശ്വാസ നടപടിയാണ് ഈ സർക്കാർ സ്വീകരിച്ചത്? കൃഷിമന്ത്രി ഈ ഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കിയോ? റവന്യൂ മന്ത്രി വന്നോ? മുഖ്യമന്ത്രി ക്യാബിനറ്റ് കഴിയുമ്പോൾ നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ എന്തെങ്കിലും ആശ്വാസ നടപടി പ്രഖ്യാപിച്ചോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രാഥമികമായിട്ട് അന്വേഷിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങളിലും ഒന്നും സംഭവിച്ചിട്ടില്ല. കർഷകർ അനുഭവിക്കേണ്ടത് വെള്ളപ്പൊക്കം പ്രകൃതിക്ഷോഭമാണല്ലോ, അനുഭവിച്ചോളൂ എന്നുള്ള നിലപാടാണ്. അത് കൃഷിമന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ ഒരു നിലപാടാകുമ്പോൾ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ കാര്യം പറയേണ്ടതേയില്ല. അത് സംബന്ധിച്ച് അങ്ങനെയാണ് അനുഭവത്തിൽ നിലനിൽക്കുന്നത്. ഇപ്പൊ ഇന്നു വരെയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഓഗസ്റ്റ് 2-ാം തീയതി രാത്രിയാണ് വെള്ളം വരച്ചു വരുന്നത് കുട്ടനാട്ടിലേക്ക്. മൂവാറ്റുപുഴ, മീനച്ചിൽ, പമ്പ, അച്ചൻകോവിൽ, മണിമല, ഇങ്ങനെ 5 നദികളുടെ പതനപ്രദേശമാണ് കുട്ടനാടെന്ന് പറയുന്നത്. ഇവിടേക്ക് വന്ന മഴയും വെള്ളപ്പൊക്കത്തിന്റെ കെടുതിയുമാണ് ഞാൻ ചുരുക്കത്തിൽ വിവരിച്ചത്. അതിന് വി ഡി സതീശൻ നയിക്കുന്ന ഗവൺമെന്റിന്റെ ഒരു ഇടപെടലും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, കുട്ടനാട്ടിൽ വെള്ളം തങ്ങി നിൽക്കാൻ കാരണമായ മുഖ്യ പ്രശ്നമായി വന്ന തോട്ടപ്പള്ളിലെ പൊഴിമുറിക്കൽ എന്ന പ്രക്രിയ എത്രത്തോളം സങ്കീർണമാക്കി കഴിഞ്ഞു താങ്കൾക്ക് നേരിട്ടറിയാവുന്നതാണല്ലോ. 300 മീറ്റർ പൊഴി മുറിക്കേണ്ടതിന് പകരം കേവലം 70 മീറ്റർ പൊഴി മാത്രം മുറിച്ചിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാകാൻ അനുവദിച്ച ഒരു രീതിയായിപ്പോയി. അവസാനം വലിയ പ്രശ്നങ്ങൾ, കുട്ടനാട് MLAക്ക് പോലും ഇരിക്കപ്പുറതിയില്ലാവുന്നു, ജനങ്ങൾ അത്ര ഇളകി. ആ ഘട്ടത്തിലാണ് അവസാനം ഒരു 200 മീറ്ററെങ്കിലും പൊഴി മുറിച്ച് വെള്ളം സ്വതന്ത്രമായി പോകാൻ അനുവദിച്ചതും വെള്ളപ്പൊക്കത്തിന്റെ കെടുതി ഒന്ന് ശമിക്കുന്നതും. പക്ഷെ അതിന്റെ കെടുതി ശമിച്ചെങ്കിലും അതിന്റെ ആ നഷ്ടത്തിന്റെ എന്തെങ്കിലും ആശ്വാസം അത് ഭരിക്കുന്ന ഗവൺമെന്റിനാണല്ലോ ഉണ്ടാവേണ്ടത്. അത് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, ഈ 100 ദിവസം എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിന് ടേക്ക് ഓഫിന്റെ സമയം കഴിഞ്ഞു സ്ഥലത്തെ. പക്ഷേ തുടക്കം മുതൽ നമ്മുടെ ഗവൺമെന്റിനെ വിലയിരുത്തുമ്പോൾ പ്രധാനമായും രാഷ്ട്രീയം, സാമ്പത്തികം, സാമൂഹികം, സാംസ്കാരികം ഈ 4 മേഖലകളാണ് എടുക്കുന്നത്. അതാണല്ലോ ഒരു മാനദണ്ഡമായിട്ട് നമ്മൾ കാണേണ്ടത്.
അപ്പോൾ രാഷ്ട്രീയ മേഖലയിൽ ഉണ്ടായിട്ടുള്ള വിവാദങ്ങളെ കുറിച്ച് പറഞ്ഞാൽ തീർത്താൽ തീരാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ട്. എങ്കിലും ഞാൻ മുമ്പോട്ട് വെക്കുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിലേറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത് ജൂൺ 19 ആണല്ലോ സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി തന്നെ അവതരിപ്പിച്ചത്. അതിൽ അദ്ദേഹം പറഞ്ഞ 4 മെഗാ പ്രോജക്റ്റുകൾ. ഒന്ന് പിന്നെ ബ്ലൂ എക്കോണമി, മറ്റൊന്ന് മിഷൻ സമുദ്ര, മറ്റൊന്ന് റയർ എർത്ത് മിനറൽ കോറിഡോർ, നാലാമത്തേത് കേരളത്തെ ഒരു പോർട്ട് സിറ്റിയാക്കി മാറ്റുക. അപ്പൊ ഇതിന്റെ ആ പദ്ധതി അത് പ്രഖ്യാപിച്ചിട്ട് പിന്നീട് ആഴ്ചകളോളം മിണ്ടാതിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് എന്താണെന്നറിയാമോ? ജൂലൈ 15 ബ്ലൂംബർഗ് എന്ന അന്താരാഷ്ട്ര ഒരു ന്യൂസ് പോർട്ടലാണല്ലോ അത്. അതില് ജൂലൈ 15 ഒരു ഇന്റർവ്യൂ വരികയാണ്. ഇതേ പിടിച്ചിട്ടാണ് തുടങ്ങുന്നത് മിഷൻ സമുദ്ര. അതിന്റെ ഭാഗമായിട്ട് ടാറ്റാസിന്റെ 10,000 കോടി രൂപ കേരളത്തിൽ കപ്പൽ നിർമ്മാണത്തിനായിട്ട് വരുന്നു എന്നുള്ളതാണ് ബ്ലൂംബർഗിന് കൊടുക്കുന്ന ഇന്റർവ്യൂവിൽ കേരള മുഖ്യമന്ത്രി ആധികാരികമായി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കാര്യം അദ്ദേഹം ജൂലൈ 15 ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് 1 മാസത്തിനകം ഇതിന്റെ പ്രാഥമിക കരാറുകളിലേക്ക് കടക്കും ഗവൺമെന്റും ടാറ്റാസും എന്ന് പറയുന്നു. നമ്മൾ പിന്നെ കാണുന്നത് എന്താണ്? ടാറ്റാസ് പറയുന്നു ഞങ്ങൾ അങ്ങനെ പരിപാടിയായിട്ട് ചെന്നിട്ടേ ഇല്ല, കേരള ഗവൺമെന്റിന്റെ അടുത്ത് ഞങ്ങൾ അങ്ങനെ പരിപാടിയായിട്ട് ചെന്നിട്ടേ ഇല്ല സർ. അത് പിന്നെ എങ്ങനെയാണ് ഇത് വന്നാൽ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഉരുണ്ടുകളിയായി. ഉരുണ്ട് കളിച്ചിട്ട് പിന്നെ പറയുന്നത് എന്താണ്? ഇത് മൊത്തത്തിൽ മിഷൻ സമുദ്രയിൽ മൊത്തത്തിൽ മുടക്കാൻ പോകുന്ന പണമാണത്ര 10,000 കോടി. അതവിടെ കഴിഞ്ഞു.